തത്തക്കൂട്ടത്തെ തോളിലേറ്റിയും കൊമ്പനാനയെ ഊട്ടിയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. തിരുവനന്തപുരം കനകക്കുന്നിലെ എന്റെ കേരളം പ്രദർശന വേദിയിലാണ് മന്ത്രി തികഞ്ഞൊരു മൃഗസ്നേഹിയായി മാറിയത്. അനാക്കോണ്ട മുതൽ അണ്ണാൻ കുരങ്ങ് വരെയുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിൽ വൻ തിരക്കാണ്. കനകക്കുന്നിലെത്തിയ മന്ത്രിയെ ആദ്യം വരവേറ്റത് മക്കാവു ആണ്. ഒരു മന്ത്രിയെ കണ്ട സന്തോഷത്തിൽ മക്കാവു തോളിലിരിപ്പായി. വേണാട്ടുമറ്റത്തെ കൊമ്പൻ ആദ്യം അപരിചിതനെ പോലെ മാറി നിന്നെങ്കിലും മന്ത്രി അടുത്തെത്തി പഴക്കുല നീട്ടിയതോടെ കൂട്ടുകൂടി. പ്രധാന ആകർഷണം ഇവനാണ്. കണ്ടാൽ കുഞ്ഞനാണെങ്കിലും ആമസോൺ കാട്ടിലെ ഭീകരൻ. അതുകൊണ്ട് തന്നെ മന്ത്രിയും ഒന്ന് പകച്ചു. കണ്ടാൽ പ്രശ്നക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഇവൻ സസ്യബുക്കായ ഒരു പാവത്താനാണെന്ന് അറിഞ്ഞതോടെയാണ് എല്ലാവർക്കും ആശ്വാസമായത്. ലഹരിക്കെതിരായ ബോധവൽക്കരണവും സംഘടിപ്പിച്ചിരുന്നു. ലഹരിയല്ല നാം സ്നേഹിക്കേണ്ടുന്നത്. നമ്മുടെ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള പെറ്റ് ആനിമൽസ് നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അവയൊക്കെ കാണുകയും സ്നേഹിക്കുകയും അടുത്തിടപെടുകയും ഒക്കെ ചെയ്തു നിന്നുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ നിലയിലുള്ളൊരു പോരാട്ടം നടത്താം എന്നുള്ളതാണ്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബും നാടകവും കണ്ടാണ് മന്ത്രി മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സൈബ ശ്യാം ചേരുന്നുണ്ട് തത്സമയം. സൈബ, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, അപ്പോൾ ആ പേരിനോട് 100% നീതി പുലർത്തുന്ന ഒരു മിനിസ്റ്റർ. കാരണം മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, പാമ്പിനൊക്കെ ഒരു പേടിയില്ലാതെയാണ് പിടിക്കുന്നത്. അതെ ഹിമ, ശരിക്കും പറഞ്ഞാൽ ഒരു അനാക്കോണ്ടയെ നമ്മുടെ സ്റ്റോളിലേക്ക് ഒരു അനാക്കോണ്ടയെ കൊണ്ടുവരുന്നു എന്നൊരു വാർത്ത കിട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അനാക്കോണ്ടയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു കുഞ്ഞൻ അനാക്കോണ്ടയായിരുന്നു. അപ്പോൾ ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലും വലിയ കൗതുക കാഴ്ചയായിരുന്നു എനിക്ക് അവിടെ ലഭിച്ചത്. ചിഞ്ചുറാണി വരുമെന്നറിയായിരുന്നു, പക്ഷെ സ്റ്റോളൊക്കെ കണ്ട് മടങ്ങുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചിഞ്ചുറാണി വന്നു. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളൊത്ത് സമയം ചിലവഴിച്ചു. അതിനെ കയ്യിൽ ഏറ്റുവാങ്ങിയും കൊഞ്ചിച്ചും ഒക്കെ ആയിരുന്നു മന്ത്രി മടങ്ങിയത്. ഇപ്പം അവിടെ നമ്മൾ കാണുന്ന പോലെ കൊമ്പനാനയുണ്ട്. ആ മന്ത്രിയുടെ തോളത്തിരിക്കുന്ന മക്കാവുവിൻ്റെ പേര് കാത്തലിൻ എന്നാണ്. അപ്പോൾ ആ കാത്തലിനെയും പിന്നെ ഇഗ്വാന, ആ ഇഗ്വാന കാണാൻ അല്പം ഭീകരനാണ്. അതിനെ കയ്യിൽ ഏറ്റുവാങ്ങുമ്പോൾ മന്ത്രി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് കഴിക്കുന്നത്, ഇത് ഉപദ്രവിക്കുമോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറയുന്നുണ്ട് പഴവും പച്ചക്കറികളും ഒക്കെയാണ് അത് കഴിക്കുന്നതെന്ന് അറിയുമ്പോൾ ശരിക്കും മന്ത്രിക്കും ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ അനാക്കോണ്ടേനെ ശരിക്കും പറഞ്ഞാൽ മന്ത്രി കയ്യിൽ മേടിക്കുന്നില്ല, ഒന്ന് തൊട്ടൊക്കെ നോക്കുന്നേ ഉള്ളൂ. അങ്ങനെ ശരിക്കും ഒരു കൗതുകമുള്ള കാഴ്ച തന്നെയാണ് എനിക്ക് അവിടെ ലഭിച്ചത്. പിന്നീട് ഒരു ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും നാടകവും ഒക്കെ ഉണ്ടായിരുന്നു. മന്ത്രി അതൊക്കെ കണ്ടിട്ടാണ് മടങ്ങിയത്. അനാക്കോണ്ടയെ കാണാൻ പോയിട്ട് എനിക്ക് അനാക്കോണ്ട ഞാൻ പ്രതീക്ഷ അത്ര ഒരു വലിപ്പമൊന്നും ഇല്ലാത്ത ഒരു കൗതുക കാഴ്ച ആയില്ലെങ്കിലും വേറെ കുറച്ച് കൗതുക കാഴ്ചകൾ എനിക്ക് അവിടെ ലഭിച്ചിരുന്നു ഹിമ. തീർച്ചയായും സൈബ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചത്. നമ്മളൊക്കെ ഹോളിവുഡ് സിനിമകളിലൊക്കെ അനാക്കോണ്ടയെ കാണുമ്പോൾ 1.5 വലിപ്പമുള്ള നീളം, ഒരു മനുഷ്യനെ വിഴുങ്ങാൻ മാത്രമുള്ള വലിപ്പമൊക്കെ ഉണ്ടാകും. പക്ഷെ അതങ്ങനെയൊന്നുമല്ല, ഒരു കുഞ്ഞനാക്കോണ്ട. പ്രതീക്ഷയൊക്കെ ഒരു നിരാശയായി അവസാനം തിരിച്ചു പോകേണ്ട ഒരു ഇതല്ലേ. പക്ഷേ എൻ്റെ കേരളം പ്രദർശന വിപണന വേള എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകളോടെ വേറെയുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് എന്തായാലും മടങ്ങാൻ പറ്റിയല്ലേ? എനിക്ക് വേറെ പല കാഴ്ചകളാണ് എനിക്ക് അവിടെ ലഭിച്ചത്. ഇപ്പോൾ മക്കാവുനെ എടുത്ത് കൊഞ്ചിക്കുന്നതായാലും പിന്നീട് ആ ഇഗ്വാനേനെ മന്ത്രി എടുത്തു വാങ്ങുമ്പോൾ ശരിക്കും അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അതൊരു എന്താ പറയുക സാധുവായ ജീവിയാണ്. കാണുന്ന ആ ഒരു ഭീകരത മാത്രമേ അതിനുള്ളൂ എന്നുള്ളത്.